മാസ്റ്റേഴ്സ് വോയിസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയാണിത്. SSLCക്ക് 3 മാർക്ക് കിട്ടുന്ന ഉറപ്പായ ഒരു ചോദ്യമാണ് ഇതിൽ പറയുന്നത്. ആ ചോദ്യം നമുക്കൊന്ന് നോക്കാം. Draw a circle of radius 3 centimeters. Draw a tangent with 2 of its angles 50 degree and 70 degree such that its vertices on the circle. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. 2 കോണുകളുടെ അളവുകൾ 50 ഡിഗ്രിയും 70 ഡിഗ്രിയും വരുന്നതും മൂലകൾ വൃത്തത്തിൽ വരുന്നതുമായ ഒരു ത്രികോണം വരയ്ക്കുക. സർക്കിൾ എന്ന ചാപ്റ്ററിലെ ചോദ്യമാണിത്. ഒരു ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന തത്വമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന ആംഗിളുകളായ 50 ഡിഗ്രി 70 ഡിഗ്രി എന്നിവയുടെ ഡബിൾ, അതായത് ഇരട്ടി എടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതായത് 100 ഡിഗ്രിയും 140 ഡിഗ്രിയുമാണ് നാം അതിൽ ഉപയോഗിക്കുന്നത്. ആദ്യമായി സർക്കിൾ വരയ്ക്കാം. അതിനായി സ്കെയിൽ എടുത്ത് തന്നിരിക്കുന്ന അളവായ 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുക്കുക. സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. അത് മാറിപ്പോയിട്ടുണ്ട്. വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പേന ഉപയോഗിക്കുന്നത്. എന്നാൽ ഷാർപ്പൻ ചെയ്ത പെൻസിൽ ഉപയോഗിച്ച് വേണം വൃത്തം വരയ്ക്കേണ്ടത്. സെൻറ്റർ അടയാളപ്പെടുത്താം. ഒരു പേര് സൗകര്യത്തിന് വേണ്ടി കൊടുക്കുന്നു, O. തുടർന്ന് ഒരു റേഡിയൽ ലൈൻ വരയ്ക്കുക. എങ്ങോട്ട് വേണേലും വരയ്ക്കാം. റേഡിയൽ ലൈൻ വരച്ചു. ഇത് സർക്കിളിൽ ചേരുന്ന പോയിന്റിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. A എന്നിരിക്കട്ടെ. ഇനി പ്രൊട്രാക്ടർ എടുക്കുക. സെൻറ്ററിൽ വയ്ക്കുക, അതായത് ഓയിൽ വയ്ക്കുക. ഓയിൽ വയ്ക്കുക. റൈറ്റ് സൈഡ്, അതായത് വര കിടക്കുന്ന ഭാഗത്ത് നിന്ന് എണ്ണി നോക്കണം. കാരണം 2 ഭാഗത്തായിട്ട് ഒരു 2 കോണളവുകൾ ചേർന്നാണ് അവിടെ കിടക്കുന്നത്. ആംഗിൾ മെഷേഴ്സ് ചേർന്നാണ് കിടക്കുന്നത്. അതായത് 40 ഡിഗ്രി കാണുന്നിടത്തൊരു 140 ഡിഗ്രിയും കൂടെ കാണാം. സപ്ലിമെൻ്ററി ആംഗിൾസ് ആണത്. അതായത് സപ്ലിമെൻ്ററി ആംഗിൾസ് 2 കൂടെ ചേരുമ്പോൾ 180 വരുന്നുണ്ട്. ഇനിയും നമ്മൾക്ക് തന്ന 50 ഡിഗ്രീസിൻ്റെ ഡബിള് ഇവിടെ എടുക്കുന്നു. അത് നമ്മളിതിൽ ഉപയോഗിക്കുന്ന ആശയപരമായിട്ടാണ്. അതായത് 50 ഡിഗ്രിക്ക് 100 ഡിഗ്രി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 100 ഡിഗ്രി, 100ൻ്റെ അവിടെ 80 കൂടെ ഉണ്ട് എന്ന് പ്രത്യേകം ഓർക്കണം. 100 ഡിഗ്രി 90 കഴിഞ്ഞിട്ടാണ് 100 വരേണ്ടത്. അപ്പോൾ താഴത്തെ ലൈനിലായിരിക്കും അത്. 100 ഡിഗ്രി ആംഗിളാണ്. അത് സെൻറ്ററിൽ ഉള്ള ആംഗിളാണ്. 100 50ൻ്റെ ഇരട്ടിയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 100 ഡിഗ്രി. ഈ വര സർക്കിളിൽ കൂട്ടിമുട്ടിയത് തൊട്ടടുത്ത പോയിൻ്റായിട്ട് വിചാരിക്കുക. അത് തന്നിട്ടുണ്ടെങ്കിൽ ആ പേര് എഴുതുക. ഇല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള, അതായത് A കഴിഞ്ഞ് B എഴുതുക. ഇനിയും ഈ ചിത്രത്തിലെ ഈ വരയുടെ പുറത്ത് പ്രൊട്രാക്ടർ വെക്കുക. അതിൽ 0 ഡിഗ്രിയിലുള്ള വര ഇപ്പോൾ വരച്ച വരയുടെ മുകളിലിരിക്കണം. ഇനി 70 ഡിഗ്രി ആംഗിളിൻ്റെ ഡബിളായ 140 ഡിഗ്രി താഴത്തെ ലൈനിലായിരിക്കും. പ്രത്യേകം ഓർക്കണം. അത് റൈറ്റിലും ഉണ്ട് ലെഫ്റ്റിലും ഉണ്ട്. കുട്ടികൾക്ക് അങ്ങനെ തെറ്റ് വരാറുണ്ട്.
140 ഡിഗ്രിയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു വര സെൻറ്ററിൽ നിന്ന് വരയ്ക്കാം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് നമുക്ക് സർക്കിളും ഈ വരയും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ലഭിക്കുന്നു. ഇതിന് സി എന്ന പേര് നൽകുന്നു. ആദ്യം എ കൊടുത്തു, പിന്നീട് ബി കൊടുത്തു, ഇപ്പോൾ സി കൊടുത്തു. എ ബി സി. ഇവിടെ ആംഗിൾ ബി ഒ സി എന്നത് 140 ഡിഗ്രി ആയിരുന്നു. 140 ഡിഗ്രി, 140 ഡിഗ്രി. ഇത് ഇത്രയും മാർക്ക് ചെയ്യണം. ഓരോ ആംഗിൾ വരയ്ക്കുമ്പോഴും ഡിഗ്രി മാർക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തതായി എയിൽ നിന്ന് ബിയിലേക്ക് ഒരു വര വരയ്ക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു വര വരയ്ക്കാം. അതിനുശേഷം ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു വര വരയ്ക്കാം. ലെറ്റ് us draw a line from A to B, then a line from B to C. Finally, B to C. Finally, a line from C to A. A line from A to B. First, a line from B to C, then a line from C to A. Now let us see 50 degree will fall here at C, because this 100 degree is double of or twice of angle C. 50 ഡിഗ്രിയുടെ ഡബിൾ ആണ് 100. ഇതാണ് നമ്മുടെ ഫാക്റ്റ് അഥവാ വസ്തുത. നമ്മൾ പഠിച്ച ഗണിത ആശയം അതാണ്, മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ. ഇനിയും 140 ഡിഗ്രി, 140 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിലാണ് ഇപ്പോൾ എ ഉള്ളത്. അതുകൊണ്ട് എ എന്ന ആംഗിളിൻ്റെ ഡബിളായ 140 ഡിഗ്രി വരുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് 70 ഡിഗ്രി ആയിരിക്കും. 140 ഡിഗ്രി ഈ ആർക്ക്, അതായത് സി ബി എന്ന ആർക്ക് എയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് 70 ഡിഗ്രി. അത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 140 ഡിഗ്രി. സത്യത്തിൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇനിയും ഒരു കാര്യങ്ങളും ഇതിൽ നമുക്ക് ചേർക്കേണ്ടി വരുന്നില്ല. എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്ത്? മൂന്നാമത്തെ ആംഗിള്, ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ആംഗിള് 180യിൽ നിന്ന് ഇവയുടെ സം മൈനസ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 60 ഡിഗ്രി കിട്ടും. ചില ചോദ്യങ്ങളിൽ 3 ആംഗിളും തന്നിട്ടുണ്ടാവും. സത്യത്തിൽ നമുക്ക് ആ 3 ആംഗിളിൻ്റെയും ആവശ്യമില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ അല്പം വിഷമമാക്കി ചോദിച്ചാൽ തരുന്ന 2 ആംഗിളിൽ ഒരെണ്ണം ഗ്രേറ്റർ ദാൻ 90 ആകാം, 90 ഡിഗ്രിയിൽ കൂടുതലാകാം. അങ്ങനെ 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ആംഗിളിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ നമുക്കത് 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ആ 180 ഡിഗ്രിയിൽ കൂടിയ ആംഗിള് നമുക്ക് പ്രൊട്രാക്ടറിൽ നിന്ന് അളക്കാൻ കഴിയുന്നില്ല. അതിനാൽ നമുക്ക് ചെയ്യേണ്ടത് മൂന്നാമത്തെ ആംഗിൾ കണ്ടെത്തുക. അതൊരു 90 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിളായിരിക്കും. ആ 90 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിളിൻ്റെ ഡബിൾ വേണം എടുക്കേണ്ടത്. നമുക്ക് 2 ആംഗിളും മതി, 3 ആംഗിളും തരാം. അതിൽ 2 ആംഗിളും മാത്രം സ്വീകരിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ പറയാം. Let us see such a question. One angle is 105 degree and another angle is 40 degree. In such a question, first of all find the third angle.
that will be an acute angle. Here one angle is 105 degree, 40 degree. Their sum is 145 degree. 145 degree. So let us subtract this 45 degree from 180 degree to find the third angle, 145 degree. 5, then 35 degree. You may use this method for subtraction. By adding 5 degree we get 150, then to 180 there should be a 30 degree and the sum is 35 degree. ഈ മെത്തേഡ് സ്വീകരിക്കുന്നതിന്, അതായത് 145 ഡിഗ്രി 5 ചേർത്താൽ 150 ആകുന്നു. 150 180 ആകാൻ ഒരു 30 ഡിഗ്രി കൂടെ വേണം. അപ്പോൾ 35 ഡിഗ്രിയാണ് മൂന്നാമത്തെ കോണ്. നിങ്ങൾ സെൻട്രൽ എടുക്കേണ്ടത്, സെൻറ്ററിലേക്ക് സ്വീകരിക്കേണ്ടത് ആദ്യത്തെ 40 ഡിഗ്രിയും ഇപ്പോൾ കണ്ടുപിടിച്ച 35 ഡിഗ്രിയുമാണ്. അതായത് 40 ഡിഗ്രിയുടെ ഇരട്ടിയായ 80 ഡിഗ്രിയാണ് ആദ്യം സെൻട്രൽ എടുക്കേണ്ടത്. രണ്ടാമത് 35 ഡിഗ്രിയുടെ ഡബിളായ 70 ഡിഗ്രി എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ചിത്രത്തിൽ ചില മാറ്റങ്ങൾ വരുന്നത്, നമുക്ക് തന്ന ആംഗിൾസിനെ കുറിച്ച് നോക്കാം. 105 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി. We take the sum which is 145 degree. Therefore the third angle is 35 degree. We double or twice, we take the twice of 40 degree, that is 80 degree, and the double of 35 degree 70 degree. Draw the circle first. Let us draw the circle first. 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുന്നു ഫസ്റ്റിൽ. അടുത്തതായിട്ട് ഒരു റേഡിയൽ ലൈൻ വരയ്ക്കുന്നു. എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. വരയ്ക്കുന്നതിനനുസരിച്ച് അവസാന ചിത്രത്തിൻ്റെ ഷേപ്പ് ലഭിക്കുന്നതാണ്. പ്രൊട്രാക്ടർ എടുക്കുന്നു. 80 ഡിഗ്രി മാർക്ക് ചെയ്യാം. 80 ഡിഗ്രി ശ്രദ്ധിക്കുക. 80 ഡിഗ്രി മാർക്ക് ചെയ്യുക. 80 ഡിഗ്രി താഴത്തെ ലൈനിലേതാണെന്ന് പ്രത്യേകം ഓർക്കണം. 80 ഡിഗ്രി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഒരു 70 ഡിഗ്രിയിൽ ഒരു വര വരയ്ക്കുന്നു. സെൻട്രലിൽ നിന്ന് വര വരയ്ക്കുന്നു. വര സർക്കിളിനെ കട്ട് ചെയ്ത പോയിന്റ്, ആദ്യത്തെ പോയിന്റ് എയും രണ്ടാമത്തെ പോയിന്റ് ബിയും എന്ന് അടയാളപ്പെടുത്താം. വരച്ച കോണ് അളവൊന്ന് രേഖപ്പെടുത്താം. 80 ഡിഗ്രി, സെൻട്രലിൽ 80 ഡിഗ്രി വരുന്നു. മൂന്നാമത് 70 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ആംഗിളായ 35 ഡിഗ്രിയുടെ ഡബിൾ 70 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 70 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യുമ്പോൾ തെറ്റരുത്. 70 വേറൊരിടത്തുണ്ടാവും. ലൈൻ വരയ്ക്കുന്നു. ഇവിടെ ഉണ്ടായ ആംഗിൾ 70 ഡിഗ്രിയാണ്. ലൈൻ സർക്കിളിനെ കട്ട് ചെയ്ത പോയിന്റ് സി എന്നിരിക്കട്ടെ. ഇനി നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെ? ട്രയാങ്കിൾ എയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കാം. ട്രയാങ്കിൾ ബിയിലേക്ക് വരയ്ക്കാം. ബിയിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കാം. എ കഴിഞ്ഞാൽ ബി, ബിയിൽ നിന്ന് സി,
സിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വരയ്ക്കണം. നേരത്തെയും അങ്ങനെയാണ് ചെയ്തതെങ്കിലും ചിത്രം എൻറ്റയർലി ഡിഫറൻ്റ് ആണെന്ന് കാണാം. ചിത്രം ദ ഫിഗർ becomes entirely different. ഇവിടെ നോക്കൂ, യഥാർത്ഥ ട്രയാങ്കിൾ എ ബി സി ആണ്. അതായത് അത് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഇതൊന്ന് ഷെയ്ഡ് ചെയ്തു വയ്ക്കുന്നു. സോ ദ ഷെയ്ഡഡ് ട്രയാങ്കിൾ ഈസ് ദ റിക്വയർഡ് ട്രയാങ്കിൾ. യു ഷുഡ് നോട്ട് ദാറ്റ് ദ ട്രയാങ്കിൾ എ ബി സി ഈസ് the shaded triangle ABC is the required triangle. രണ്ട് ചിത്രവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ആദ്യത്തെ ചിത്രത്തിലെ ട്രയാങ്കിളും ഇപ്പോൾ വരച്ച ചിത്രത്തിലെ ട്രയാങ്കിളും എൻറ്റയർലി ഡിഫറൻ്റ് ആണെന്ന് കാണാം. എന്നാൽ അത് കാഴ്ചയിൽ മാത്രമാണ് എൻറ്റയർലി ഡിഫറൻറ്റ്. ട്രയാങ്കിൾ എ ബി സി തന്നെയാണ് രണ്ട് ചിത്രത്തിലുമുള്ളത്. ചിത്രം പുറമേ കാണുമ്പോൾ വ്യത്യസ്തമാകുന്നു. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഈ രണ്ടാമത് കാണിച്ച അത് ഒരു കേസാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇന്നുവരെ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് പേടിക്കാനില്ല. ഇനിയൊരു പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കൂടുന്നുമില്ല. അതുകൊണ്ടാണ് അതും കൂടി സൂചിപ്പിച്ചത്. ഇതുപോലെയുള്ള ഒരു 6 കൺസ്ട്രക്ഷൻ കൂടി പഠിക്കാം. തുടർന്നുള്ള 6 വീഡിയോകളിൽ ആയി അത് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ഒരു 6 കൺസ്ട്രക്ഷൻസ് കൂടി ഇതുപോലെ 6 കൺസ്ട്രക്ഷൻസ് കൂടി ഉണ്ട്. അത് എല്ലാം തുടർന്നുള്ള 6 വീഡിയോകളിലായി നിങ്ങളിലെത്തും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തു തന്നെ ആയാലും കമൻറ്റിൽ അറിയിക്കുക. മറുപടി ലഭിക്കുന്നതായിരിക്കും.